അപ്പം ഇന്ന് എൻ്റെ കയ്യിൽ നല്ല മോര് കാച്ചിയതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കറി വെക്കാനൊന്നും വേറെ ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് മോരുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നല്ല ക്രീമി ആയിട്ടുള്ള മോര് കാച്ചിയത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മുറി നാളികേരവും 5 പച്ചമുളകും 4 ചുവന്നുള്ളിയും കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തു. ഇത് നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കാതെ അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ സമയത്ത് വെള്ളം ചേർക്കണ്ട കേട്ടോ തീരെ. അപ്പം ഞാനൊന്ന് അടിച്ചെടുത്തപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ 1 കപ്പ് മോര് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലത്തെ പകുതി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ മോര് കാച്ചാനുള്ള പാത്രത്തിലേക്ക് അതിലെ ബാക്കി മോര് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ലൂസാക്കി എടുക്കണം നമുക്ക് മോര്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കുരുമുളക് അരയ്ക്കാം കേട്ടോ. പക്ഷേ കുരുമുളകിനേക്കാൾ ടേസ്റ്റ് പച്ചമുളക് അരയ്ക്കണതാണ്. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് അരച്ചത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറും കൂടിയും കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്ര ലൂസിൽ വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മളിത് നല്ലപോലെ അങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് ഈ സമയത്ത് മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞ നിറം നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ ഇത് ഒന്ന് തിളയ്ക്കുമ്പോൾ ആ നിറം കറക്റ്റായി വന്നോളൂ കേട്ടോ. പിന്നെ ഇത് അധികം ഇങ്ങനെ പതഞ്ഞ് തിളച്ച് വരേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് ചൂടായി ഒരു തള അങ്ങനെ വന്ന് തുടങ്ങില്ലേ, ആ സമയത്ത് വേണം ഓഫ് ചെയ്യാനായിട്ട്. അല്ലാതെ മോര് നന്നായി തിളച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് ഇത് വറുത്തിടാം കേട്ടോ. ഈ വറുത്തിടലാണ് ഇതിൻ്റെ ടേസ്റ്റും മണവും ശരിക്കും ഇതിന് കൊടുക്കണത് കേട്ടോ. അപ്പം നല്ല വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടാൻ നോക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും മുഴുവൻ മുളകും കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്തു കേട്ടോ. അതാ നല്ലപോലെ ഇങ്ങനെ മൂത്തപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഈ വറവിടലിൻ്റെ മണം നല്ലൊരു മണമായിരിക്കും കേട്ടോ ഈ സമയത്ത് ഇതിന്. അപ്പോൾ ഇത് കുറച്ച് സമയം ഈ മണം പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഇളക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമുക്ക് ചോറുണ്ണാൻ ഇത് മാത്രം മതി, വേറെ ഒരു ഒഴിച്ച് കറിയുടെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മോര് കാച്ചി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ മോര് കാച്ചുന്നത് ഇവിടെ കുട്ടൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.